ഈ ചാനൽ ഇങ്ങനെ വിട്ടതിന്റെ പേരിൽ നിങ്ങളല്ലാതെ വേറെ ആളെ നമ്മൾ വിളിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ വരുന്നത് ഞങ്ങൾ വിളിക്കുന്നത്. വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താണ് യാഥാർത്ഥ്യം അറിയേണ്ടത്? എന്ത് യാഥാർത്ഥ്യം അറിയേണ്ടത്? അത് അറിയാനാണ് നിങ്ങളൊന്ന് നേരിട്ട് കാണാൻ തന്നെ. ഇപ്പൊ ഒളിച്ചു കളിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ പറയാനുള്ള നേരിട്ട് പറയാതെ വെച്ചിട്ടാണ് നിങ്ങളൊന്ന് വിളിക്കുന്നത്. പറ്റുമെങ്കിൽ മാത്രം പറ്റുമെന്ന് പറഞ്ഞാൽ മതി, പറ്റില്ല പറ്റില്ല എന്ന് തന്നെ പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അല്ല, ഒരു വിഷമവും ഇല്ല. പക്ഷെ എന്താ സംഭവം എന്ന് അറിയണല്ലോ. അതാ അറിയാനുള്ള അധികാരം എനിക്കുണ്ടല്ലോ. കാണട്ടെ എന്ന് സന്തോഷത്തോടെ ചോദിക്കുന്നത്. വളരെ മോശമുള്ള രീതിയിലല്ല നമ്മൾ സംസാരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോ എനിക്ക് മുൻപ് പരിചയമൊന്നുമില്ല. അത് ഞാൻ പറയട്ടെ തന്നെയല്ലേ. യൂട്യൂബില് നല്ലൊരു ആളായതിന്റെ പേരിലാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്. അല്ല പറയട്ടെ, നിങ്ങൾ എനിക്ക് മുമ്പ് പരിചയമൊന്നുമില്ല. ആകെയുള്ള ഒരു വോയിസ് ശബ്ദത്തിൽ. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ പിന്നെ എന്റെ അടുത്തേക്ക് വരണം എന്ന് പറയുമ്പോ എന്താ ആവശ്യം എന്ന് എനിക്കറിയണല്ലോ. എന്ത് തന്നെയാണ് നമ്മളിപ്പോ കേരളത്തിലാണല്ലോ. നമ്മൾ പുറത്തുനിന്ന് കൊണ്ട് വരുന്നല്ലോ. നമ്മളിപ്പോ ഒരു ജില്ലയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ നേരിട്ടൊന്ന് കണ്ട് സംസാരിക്കാന്നുള്ളൊരു ഉദ്ദേശം നമ്മൾ പറഞ്ഞ തെറ്റാണെങ്കിൽ വേണ്ട, നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അല്ല എന്താണ് സുഹൃത്ത്? ശരി, എന്താ വിഷയം നിങ്ങൾക്ക് പറയാൻ കഴിയാത്ത? എന്താ വിഷയം? നിങ്ങൾ വിട്ട വിഷയമാണ്, നമ്മൾ വിട്ടതല്ല. നിങ്ങൾ യൂട്യൂബിൽ വിട്ട വിഷയം സംസാരിക്കാനാണ്. അതിലെന്താ സംസാരിക്കാനുള്ള പറ. അത് സംസാരിക്കാനുള്ള ആളോ അതുകൊണ്ടാണല്ലോ നിങ്ങളൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. എന്താണ് വിഷയം പറയ ചങ്ങാതി? നിങ്ങൾ വിട്ട വിഷയം, നിങ്ങൾ വിട്ട വിഷയത്തിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാൻ ഞാൻ ഒരുപാട് വിഷയം പറയാറുണ്ട്. നൗഷാദ് ഒക്കെ തീർക്കാൻ അനുവദിക്കപ്പെട്ട കാര്യങ്ങളൊന്നും സംസാരിക്കാൻ വെച്ചിട്ടാണ് നിങ്ങൾ എടുത്ത് വരാന്ന് പറയുന്നത്. എന്താണ് കാര്യം എന്ന് എനിക്ക് തിരിഞ്ഞില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് തിരിയേണ്ട കാര്യങ്ങളാണോ തിരിയാത്ത കാര്യങ്ങളോ ഒഴിഞ്ഞു കളിക്കുന്നത്? പറ്റുമെങ്കിൽ അതെങ്ങനെ നിങ്ങൾ പറയുമ്പോഴത്തേക്ക് പറ്റും പറ്റൂല എന്ന് പറയാ? ഞാൻ നിങ്ങളെ ചെലവിലൊന്നല്ലാണ് കഴിയുന്നത്. അപ്പൊ എനിക്കറിയണം നിങ്ങൾ എന്തിനാ വരുന്നത്. അല്ല, നിങ്ങള് എനിക്കറിയണോ നിങ്ങൾ എന്തിനാ വരുന്നെന്നുള്ളത്. നല്ല മാന്യ നൽകുങ്ങളൊന്ന് വിളിച്ചെന്താരോ നിങ്ങൾ വരിക. എല്ലാത്തിനും പടിയൂടി നമുക്ക് അതിനുണ്ട്, ബേജാറാവണ്ട. ഏത് നിലക്കാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ, അത് വേറെ കാര്യം. ആർക്കും ഞമ്മക്കും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് സന്തോഷമായിട്ട് നിങ്ങളെ വിളിച്ചത്. ഒന്ന് ബന്ധപ്പെട്ട് നിങ്ങളിപ്പം പറഞ്ഞെന്താ വെച്ചാല് ഞാൻ അല്ലാത്ത നിലക്കങ്ങ് പെരുമാറും. നിങ്ങൾ ഏത് നിലക്ക് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല, അത് വേറെ കാര്യം. അത് നിങ്ങൾ ഏത് അർത്ഥത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ചാലും ശരി. നമ്മളിപ്പോ നിങ്ങളെ വിളിച്ചത് എന്താണെന്നാൽ ഒരു മനുഷ്യന്മാർക്ക് നല്ലതും നല്ലതല്ലാത്തതും ചീത്തയും തെറ്റും ആർക്കും സംഭവിച്ചു. അത് ദുനിയാവുന്നാരും സംഭവിക്കും, ആർക്കും സംഭവിക്കുന്ന എല്ലാവർക്കും ഒരേ മാതിരി ആവില്ലല്ലോ. ചിലപ്പോ നിങ്ങൾ പറയുന്നത് അത് മുഴുവൻ ശരി, ചിലപ്പോ നമ്മൾ പറയുന്നത് മുഴുവൻ തെറ്റുമായിരിക്കും. അതെന്നെയാണോ ഒന്ന് ഉറപ്പ് വരുത്താൻ നിങ്ങളൊന്ന് കണ്ട് സംസാരിക്കും. നിങ്ങൾ ഉസ്താദാണല്ലോ, ഒന്ന് തരാൻ പറഞ്ഞ നിങ്ങൾ നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണോ ശരി? അല്ലാതെ വേറെന്തെങ്കിലും ഇതിലുണ്ടോ? ഒന്ന് നിങ്ങൾ കുരുവട്ടൂര് അതോറിറ്റിപ്പെട്ട ആളല്ലേ? അതെ അല്ലേ? അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. ഞാന് പിന്നെ ഈ കുരുവട്ടൂര് അതോറിറ്റിപ്പെട്ട ആളുകൾക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും കൂടെ ഒരുമിച്ച് മനസ്സിലാവാൻ വേണ്ടി നൗഷാദ് കുരുവട്ടൂർ എന്ന ഒരാളുണ്ടല്ലോ, ഓനെ ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് സംവാദത്തിന്. ഓനോട് ഇരിക്കാൻ സംവാദത്തിന് എങ്ങോട്ടാ വരണ്ടേ? സംവാദത്തിന് എങ്ങോട്ടാ വരേണ്ടത്? എന്നാ വരണ്ടേ പറഞ്ഞോളി. സംവാദത്തിൽ എന്നാ വരേണ്ടത്? അത് സംവാദം തീരുമാനാണ്ടേ? നിങ്ങളാണ് തീരുമാനിക്കുന്നത്, നമ്മളല്ല. നിങ്ങൾ ആവശ്യപ്പെട്ട നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്. എന്ന് എപ്പോഴും എവിടെ നിങ്ങൾ പറയണം. നിങ്ങളിങ്ങനെ നാട് നീളെ കയറി ഇറങ്ങിയിട്ട് വെല്ലുവിളിക്കുക സംവാദത്തിനുണ്ടോ ഏറ്റെടുത്ത് നോക്കുന്നവരോ? ഇപ്പൊ നിങ്ങളെ വരണ്ടേ അറിയാം. നമ്മളെ ഭാഗത്ത് നിന്നുള്ള ആണത്താണ് നമ്മൾ കാണിക്കുന്നത്. അതേമാതിരി എന്റെ ഭാഗത്തുള്ള ആണത്തിന് കാണിച്ചു. അതുകൊണ്ടാണ് നമ്മള് വളരെ മാന്യമായ ലോകം മുഴുവനാണ് സംസാരിക്കാൻ തന്നെ അതിനുള്ള കഴിവുള്ളത് കൊണ്ടാണ്. കഴിവില്ലാത്തവർ ഇങ്ങനത്തെ ഓരോ വർത്താനം അതല്ലല്ലോ അത് പറയാനുള്ളൊരു ചങ്കൂറ്റങ്ങൾ കാണിക്കും. എന്നാലല്ലേ നമുക്ക് സംവാദത്തിന് നോക്കാൻ പറ്റുള്ളൂ. അത് സംവാദം നടത്താനുള്ള സംവാദത്തിന് വെല്ലുവിളിച്ച് ഞാൻ ഏറ്റെടുത്താൽ എങ്ങോട്ട് വരണോ, എവിടെ വരണോ, എന്ന് വരണോ, എപ്പോ വരണോ പറയുന്നത് അപ്പോഴല്ലേ നമ്മൾ വ്യവസ്ഥാക്കാൻ കഴിയുള്ളൂ. അതിന് ഓൻ തയ്യാറാണെന്നുള്ള റിപ്പോർട്ട് എനിക്കിതാ. അതാണല്ലോ അതോറിറ്റി ഉള്ള ആള് വിളിച്ചെന്നാണെങ്കിൽ ഓൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യം എന്താ അവിടെ ഉള്ളത്? തീർച്ചയായിട്ടും നൗഷാദ് തയ്യാറാണോ എന്ന് അറിയണം. അത് അറിയണതുകൊണ്ടാണ് അതോറിറ്റി ആള് വിളിച്ചത്. എങ്ങനെയാ?
നൗഷാദ് തയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? എല്ലാ ഉസ്താദ് നമ്മളിപ്പോ ഞങ്ങളോടല്ലേ പറഞ്ഞത്? അല്ല, നൗഷാദ് തയ്യാറാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്നാറ് ഉസ്താദ് മലയാളത്തിലല്ലേ ഞങ്ങളോട് സംസാരിച്ചത്? മലയാളം അറബി പറഞ്ഞിട്ടുണ്ടോന്നല്ലേ ഞാൻ ചോദിച്ചു. മലയാളം അറബി പറഞ്ഞിട്ടുണ്ടോന്നല്ലേ ഞാൻ ചോദിച്ചു. നൗഷാദ് സംവാദത്തിന് ഞാൻ നൗഷാദിനെ വെല്ലുവിളിച്ചിരുന്നു. നൗഷാദ് സംവാദത്തിന് റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? കാരണം ഞാൻ ഓന്റെ PM പോയിട്ട് അല്ല പറയട്ടെ, ഞാൻ ഓന്റെ PM പോയിട്ട് നിങ്ങൾ അതിനല്ലല്ലോ വിളിച്ചത്. നിങ്ങൾ നേരത്തെ അതാ പറഞ്ഞത്. സംവാദത്തിന് വരാൻ പറയും, നാട് ഞാൻ പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ നമ്മൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. നൗഷാദ് ഏറ്റെടുത്തിട്ടുണ്ടോ? കാരണം നൗഷാദിന്റെ PM-ൽ പോയി ഞാൻ സംസാരിച്ചു. നൗഷാദ് ഒതുക്കുന്ന ആളതിന് തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണോ? അതിനുള്ള ചങ്കൂറ്റ് നിങ്ങൾക്ക് ഉണ്ടോ? മുന്നോട്ട് വരി. ഉണ്ടായിട്ടില്ല. ഞാൻ അവന്റെ PM-ൽ പോയി ചോദിച്ചു. ഓ മിണ്ടാതായിപ്പോ അത് നിങ്ങളെ കൊണ്ട് കഴിയൂലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് കഴിയൂല. നിങ്ങൾ അങ്ങ് തീരുമാനിച്ചില്ല. 100% നിങ്ങൾക്ക് ഞാൻ ആൺകുട്ടികളായി നമ്മളെ മുന്നിൽ നിന്ന് സംവാദങ്ങൾ തയ്യാറാണ്. അതിന് തയ്യാറാണെന്ന് പറയുമ്പോ കഴിയൂല. നിങ്ങൾ എന്താ പറയുന്നത്? അതിന് തയ്യാറാന്ന് പറയുമ്പോ കഴിയൂല. 100% അഫ്ഗാനിസ്ഥാന് മുന്നിൽ വന്നൊരു സംവാദം പൂർത്തിയാക്കാനുള്ള കഴിവ് കോമാട്ടുചാലിൽ അബ്ദുള്ളന്റെ മുന്നിൽ വന്ന് പോലും സംവാദം നടത്താൻ ഞാൻ റെഡിയാ. കോമാട്ടുചാലിൽ അബ്ദുള്ളനോട് പോലും സംവാദം നടത്താൻ ഞാൻ റെഡിയാ. പിന്നല്ലേ ചീളുപൊത്ത നൗഷാദ്. കോമാട്ടുചാലിൽ അബ്ദുള്ളനോട് പോലും റെഡിയാണ്. മനസ്സിലായോ? ആയിക്കോട്ടെ. നിങ്ങൾ ഈ ലോക്കൽ സംസാരത്തിലെല്ലാം വിളിച്ചു. നിങ്ങളെ സമയവും ഡേറ്റും സ്ഥലവും പറയും. എന്തിന്? എന്താ എന്തിന്? ഞാൻ എന്റെ മാനേജറിലൊന്ന് കൊടുക്കാം. എന്തിന്? അല്ല ഉസ്താദേ, നമ്മളെ സംവാദത്തിന് ഉസ്താദ് തയ്യാറാന്ന് പറഞ്ഞല്ലോ. അതെ, നമ്മൾ ഹസൻ ഉസ്താദിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ തയ്യാറാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിനൊരു വ്യവസ്ഥ ചെയ്തണം. എവിടെ നിന്നാണ്, എങ്ങനെയാണ്, എത്ര ആൾ പങ്കെടുക്കണം എന്നുള്ള വ്യവസ്ഥ ചെയ്തണല്ലോ. അതിന് നമ്മൾ ഇന്ന് വരാം. എവിടെയൊക്കെ ഉസ്താദിന് ഒഴിവുള്ള നൗഷാദ് തയ്യാറാണെന്നുള്ള അറിയിച്ചോ? അതല്ല, അത് അറിയിച്ചിട്ടല്ലേ രേഖാപരമായിട്ട് വരാന്ന് പറയുന്നേ. എങ്ങനെ? നമ്മൾ വാക്കുകൊണ്ട് പറയലല്ലോ, നമുക്ക് രേഖാപരമായിട്ട് എഴുതണ്ടേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം നൗഷാദ് തയ്യാറാണെന്നുള്ള അറിവ് എനിക്ക് കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങളിപ്പം വിളിച്ചായിരുന്നല്ല. അതിന്റെ അതോറിറ്റി വിളിച്ചിട്ടാണ് ഉസ്താദിനോട് പറയുന്നത് അതോറിറ്റി വിളിച്ചത് യൂട്യൂബിലുള്ള ഏതോ വീഡിയോ കേൾക്കാൻ വേണ്ടി കേട്ടിട്ട് അതിന്റെ സത്യാവസ്ഥ വെച്ചാണ് പറഞ്ഞത്. അതൊക്കെ അത് സംബന്ധമായിട്ടാണല്ലോ വിഷയങ്ങളുള്ളത്. ഉസ്താദ് പറഞ്ഞ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ ഞാൻ സംവാദത്തിന് വെല്ലുവിളിച്ച് എങ്ങനെയാ നിങ്ങൾ അറിയോ? ആ സംവാദത്തിന്റെ വിഷയം ഇപ്പൊ നിങ്ങൾ യൂട്യൂബിലിട്ട വിഷയങ്ങളാണല്ലോ പറഞ്ഞത്. ആ വിഷയങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ സംവാദത്തിന് തയ്യാറാണ്. ഇനി അതിന്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാന് എപ്പോഴാണ്, എവിടേക്കാണ് വരേണ്ടത്? നിങ്ങൾ ഇങ്ങോട്ട് വരാം, ഞങ്ങൾ അങ്ങോട്ട് വരണേ വരിക. നേരിട്ടിരുന്ന് നിങ്ങൾ അത്രയും കൂട്ടി നിങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? പറയുന്നേക്ക് സംവാദത്തിന് വേണ്ടി സംവാദം നടക്കണമെങ്കിൽ 2 നിബന്ധന വെച്ചിട്ടുണ്ട് ഞാന്. അത് നിങ്ങൾ അറിയോ? അറിയോ? നിങ്ങൾ വെച്ച നിബന്ധനകള് അല്ലല്ലോ സംവാദം നടക്കണമെങ്കിൽ 2 നിബന്ധന ഞാൻ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അറിയോന്നാ ഞാൻ ചോദിക്കുന്നത്. അല്ല, നിങ്ങൾ വെച്ച നിബന്ധന 1, 2, 3 നമുക്ക് വെക്കാം. അറിയോന്ന് ചോദിച്ചത് 2, 3 വെക്കാന്നല്ല, വെച്ചത് അറിയോന്ന് ചോദിക്കുന്നത്. അല്ല, വെച്ച സംവാദം നമ്മൾ പറയുന്നത് നിങ്ങളിപ്പോ യൂട്യൂബിലിട്ട് ഈ പ്രസംഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണല്ലോ നമ്മളിപ്പോ സംസാരിച്ചത്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഞാൻ സംവാദത്തിന് ഞാൻ പറയുന്നേക്ക് നൗഷാദ് സംവാദത്തിന് വെല്ലുവിളിച്ചപ്പോ അത് കേട്ടുകൊണ്ട് ഞാൻ ഏറ്റെടുത്തു 2 നിബന്ധനയോടുകൂടി. ആ നിബന്ധന എന്താന്നുള്ളത് നിങ്ങൾ അറിയോ? അതൊക്കെ സംസാരിക്കാൻ നേരിട്ട് വരാന്ന് പറയുന്നത് നമ്മൾ ഫോണിൽ. ആ നിബന്ധന നൗഷാദ് പറയണോ? ആ നിബന്ധന നൗഷാദ് പറയണോ? അല്ല നിങ്ങളല്ല പറയണ്ടേ? അല്ല, അത് നിങ്ങൾ പ്രസംഗിക്കുന്ന ആളല്ലല്ലോ നേരിട്ട് പറയാ. തീർച്ചയായിട്ടും അത് ഓനുമായിട്ട് ബന്ധിക്കുന്ന വിഷയമായതുകൊണ്ട് ഓൻ തന്നെ പറയണ്ടേ, വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലെ ആയിരക്കണക്കിന് സംവാദം നടത്തിയ ആളുകളല്ലേ നമുക്കത് അറിയല്ലോ. അല്ല, നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല. ആദ്യം അത് അറിഞ്ഞിട്ട് വരും, നൗഷാദിനോട് ചോദിച്ചിട്ട് വരും.
അതൊക്കെ ചോദിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങൾ ബേജാറാവാതെ പറയും. എന്താണ് ഞാൻ 2 നിബന്ധന വെച്ചത്? ബേജാറാവണ്ട, പേടിക്കണ്ട, പേടിക്കണ്ട, ബേജാറാവണ്ട, വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾ പറഞ്ഞാൽ മതി. വേണ്ടതാ പറയുന്നത്. നമ്മൾ പറയുന്നതേ, നിങ്ങള് യൂട്യൂബിൽ ഇപ്പൊ 5-6 വീഡിയോ ക്ലിപ്പുകൾ ഇറക്കിയിട്ടുണ്ടല്ലോ. 6 ഒരുപാട്. അപ്പൊ അത് അതെ, നിങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറക്കിയതാ പറഞ്ഞു. നിങ്ങൾ വേറെ ഏതോ ഇറക്കി നമ്മൾ ചർച്ച ചെയ്യേണ്ടിയില്ലല്ലോ. അപ്പൊ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സംവാദത്തിന് നിങ്ങൾ 2 നിബന്ധന 10 നിബന്ധനകൾ വെച്ചോളി. അത് നിങ്ങൾ പറഞ്ഞതിന് നമ്മൾ പിന്നെ വേറൊരു കാര്യം ഉസ്താദേ, നമുക്ക് 2 രൂപങ്ങളുണ്ട്. ഒന്ന് ആദർശപരമായിട്ടുള്ള വിഷയങ്ങൾ ആദർശപരമായിട്ടും വ്യക്തിപരമായിട്ട് പറയുന്ന വിഷയങ്ങൾ വ്യക്തിപരമായിട്ടാണല്ലോ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ആണല്ലോ അതിനൊക്കെ ഇന്ത്യ രാജ്യത്ത് നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പറയാ ആദർശപരമായ സംവാദത്തിന് അതിന്റെ നിബന്ധനകൾ മാത്രമല്ല നിബന്ധന പറയാൻ നമ്മളും പറയും. നിബന്ധനകൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയല്ലോ. അതുകൊണ്ടാണ് നമ്മൾ മധ്യസ്ഥന്മാർ അതിനെന്ത് ചെയ്യുക, ഒരു രൂപം കാണുക. അതാണല്ലോ സംവാദം. അത് നമുക്ക് അത് സംസാരിക്കാനും പിന്നെ ഒരു കാര്യം കൂടി സംസാരിക്കാനുണ്ട്. നിങ്ങൾ നേരിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന 2 കാര്യം. ഒന്ന്, ആ സംവാദത്തിന് പുസ്തകം പറഞ്ഞുകൊണ്ട് അതിന്റെ കാര്യം സംസാരിക്കാനും, പിന്നെ നിങ്ങൾ യൂട്യൂബിൽ ഇട്ട വ്യക്തിപരമായ പരാമർശിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളോട് നേരിട്ട് വ്യക്തിപരമായിട്ട് ആഫിദ് ഉസ്താദുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോമാട്ടുചാലിൽ അബ്ദുള്ളയായിട്ട് ബന്ധപ്പെട്ട എന്ത് വിഷയമാണ് വ്യക്തിപരമായിട്ട് നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾക്കല്ല കൂടുതൽ അറിയാം. ഞാൻ പറഞ്ഞിട്ട് കാര്യം എന്താണ് വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തതെന്ന് എന്നോട് പറ. എനിക്ക് ഫീൽ ചെയ്യില്ല. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്തല്ല ജീവിക്കുന്ന ഉസ്താദ്. ഒരു വ്യക്തിനെ ഞാന് പിന്നെ ഇവിടെ അൾജീരിയയിലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, നിങ്ങൾ അൾജീരിയയിലായാലും വേറെ നിങ്ങളോട് ചോദിച്ച വിഷയത്തിലാണ് നിങ്ങൾ ഈ പറയപ്പെട്ട വിഷയവുമായിട്ട് സംസാരിക്കാൻ അല്ല നിങ്ങളിപ്പോ പറഞ്ഞെന്താണ്, കോമാട്ടുചാലിൽ അബ്ദുള്ളനെ വ്യക്തിപരമായിട്ട് എന്തോ പറഞ്ഞ് അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തു. എന്താണ് ആ ഫീൽ ചെയ്ത സംഭവം? അല്ല, എന്റെ ഫീൽ ചെയ്ത സംഭവം അല്ല നിങ്ങളോട് പറയാം. പിന്നെന്തിനാ വിളിച്ചത്? അത് നിയമപരമായിട്ട് നമ്മൾ പോകുമ്പോ അങ്ങ് തീരുമാനമാവും എന്താ ഫീൽ ചെയ്യാം. ആയിക്കോട്ടെ, നിയമപരമായിട്ട് നോക്കിയോ. പിന്നെന്തിനാ എന്നെ വിളിച്ചത്? അതുകൊണ്ട് നിയമപരമായിട്ട് നോക്കിയോ. പിന്നെന്തിനാ എന്നെ വിളിച്ചേ? നിയമപരമായി പോയിക്കോ. അതെ, നമ്മൾ ഒരു വിഷയത്തിൽ ഇടപെടുമ്പോ നിയമപരമായി പോയിക്കോ. പിന്നെ എന്തിനാ എന്നെ വിളിച്ചത്? അല്ല, വിളിച്ച കാര്യമാണ് പറയുന്നത് ഉസ്താദേ. നമ്മളൊരു വിഷയത്തിൽ ഇടപെടുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിച്ചാണോ പറഞ്ഞത്? നിങ്ങൾ എന്താ മനസ്സിലായത്? നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അതെന്താ വിഷയം? അതായത് അതിനുശേഷമാണ് നമ്മൾ നിയമപരമായിട്ട് നീങ്ങുന്നത്. എന്റെ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ വിളിച്ചു എന്നിട്ട് എന്താന്ന് പറയുന്നില്ല. വിഷയം പറയാതെ ഉസ്താദ്, നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞതൊക്കെ കളവാണെന്നുള്ളതാണ് നമ്മളെ വിശ്വാസം. ഏത് വീഡിയോ? നിങ്ങളൊന്ന് ബോധ്യം. ഏത് വീഡിയോ? നിങ്ങൾ എല്ലാ വീഡിയോയിലും ഇപ്പൊ നമ്മൾ കുരുവട്ടൂർ ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പറഞ്ഞ എല്ലാ വീഡിയോയിലും പറയപ്പെട്ടത് കളവാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തെളിവിട്ടിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ അങ്ങനെ കളവാന്ന് നിങ്ങൾ തെളിവിട്ടെന്നുള്ളത് എന്താ? നിങ്ങൾ പറയുന്നതിനാണല്ലോ തെളിവ്. പറയുന്നതാണല്ലോ തെളിവ്. അതെങ്ങനെ കളവാന്നത്? നിങ്ങൾ കളവാന്ന് പറഞ്ഞാൽ മതിയോ? നിങ്ങൾ കളവാന്ന് പറഞ്ഞാൽ കളവാവുക? അല്ല, അതാണ് പറയുന്നത്. ഏത് വിഷയത്തിലാണ് ഞാൻ കളവ് പറഞ്ഞത്? ഏത് വിഷയത്തിലാണ് ഞാൻ കളവ് പറഞ്ഞതെന്നുള്ള തെളിയിക്ക് പറ. നിങ്ങൾ പറയപ്പെട്ട എല്ലാ വിഷയത്തിലും. ഏത് വിഷയം? ഏത് വിഷയം? എല്ലാ വിഷയത്തിലും. ഒരു വിഷയത്തിൽ കളവ് പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ല. നിങ്ങൾ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പറഞ്ഞത് കളവാ. കോമാട്ടുചാലിൽ അബ്ദുള്ളയെ കുറിച്ചോ കുരുവട്ടൂരികളെ കുറിച്ചോ പിന്നെ നൗഷാദിനെ കുറിച്ചോ ഒരു കളവും ഞാൻ പറഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ ആദ്യം നിങ്ങളോട് നേരിട്ട് ഈ വിഷയം ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. നേരിട്ടൊന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സംസാരിച്ചല്ലോ. സംസാരിച്ചിട്ട് എന്താ നേരിട്ട് ഫോണിൽ സംസാരിക്കല്ല. നമ്മളൊരു വിഷയം സംസാരിക്കുമ്പോ അതിന്റെ ഒരു നേരിട്ട് സംസാരിച്ച് നിങ്ങളോട് അത് പറഞ്ഞു തരേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അത് പിന്നെ അതിനൊരു ബാധ്യത എനിക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു ബാധ്യത ഉണ്ട്.
എന്താണ്? ഏത് വിഷയത്തിലാണ് നിങ്ങൾ നേരിട്ട് വരാൻ തയ്യാറാകുന്നത് എന്നോട് പറയണം. നിങ്ങൾ പറഞ്ഞല്ലോ അവിടെ സ്ത്രീകളെ ഭാര്യമാരാ ഷെയ്ഖിന്റെ ഹാഫിദ് ഉസ്താദിന്റെ മുമ്പിൽ എന്താ പറഞ്ഞ നിങ്ങള് കൊണ്ടുവെക്കുക എന്താ പറഞ്ഞേ? നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്കാണല്ലോ അറിയാം കൂടുതലായിട്ട്. അബ്ദുള്ള ഭാര്യമാരെന്താക്കിയെന്നാ പറഞ്ഞേ? കോമാട്ടി ചാലിൽ അബ്ദുള്ള ഭാര്യമാരെന്താ ആക്കിയെന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങളെ പ്രസംഗത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞേ? ടെക്സ്റ്റ് അങ്ങനെയാണല്ലോ ഉണ്ടായിരുന്നത്. എന്താ പറഞ്ഞേ? നിങ്ങളാണല്ലോ ഉസ്താദെ പറയേണ്ടത്. നിങ്ങൾക്ക് ഫീൽ ചെയ്ത് ഇട്ടാണല്ലോ നിങ്ങൾ വിളിക്കുന്നത്. ഇതല്ല ഒരു പ്രസംഗത്തില് ഒരു വ്യക്തി അന്യ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, അന്യ സ്ത്രീകളെ പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളത് ആരും ഉസ്താദ് പ്രസംഗിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പ്രസംഗത്തില് ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് വിളിച്ചത്. കാണിക്കോ? അല്ല, കാണിക്കാൻ നിങ്ങൾ കാണിക്കാനല്ല വരാൻ ചോദിക്കുന്നത്. സമ്മതങ്ങളൊന്ന് നേരിട്ട് കാണാൻ. നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ്, നാട്ടിൽ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാരല്ലേ. നിങ്ങളൊന്ന് നേരിട്ട് കാണാൻ. അൾജീരിയയിലെ പൗരനാണെന്നോ അതുകൊണ്ട് അൾജീരിയൻ കിതാബ് വേണമെന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതിന്റെ സംസാരം കേട്ടാൽ അങ്ങനെ തോന്നുന്നത്. അതുകൊണ്ടാ ചോദിക്കുന്നത്. നമ്മൾ നേരിട്ട് സംസാരിക്കാൻ ചോദിക്കുന്നതിനല്ല ഈ വർത്താനൊക്കെ ഉസ്താദ് പറയുന്നത്. നേരിട്ട് എന്റെ അടുത്ത് വരണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട് നിങ്ങൾ പാലിക്കണ്ടേ? ഒരുപാട് കടമ്പകൾ എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിയെ കുറിച്ച് കോമാട്ട് ചാലിൽ അബ്ദുള്ളക്ക് ഭാര്യമാരെ പങ്കുവെക്കാൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്. നിങ്ങളെ ടെക്സ്റ്റ് ഒന്ന് എടുത്തു നോക്കി. അത് നിങ്ങൾ കാണിച്ചു തരണം എനിക്ക്. കാണിച്ചു തരാനല്ല ഉസ്താദെ ഞാൻ പറയുന്നത്. വരട്ടെ എന്ന് ചോദിക്കുന്നത്. അങ്ങനല്ല ഉസ്താദെ. നമ്മളൊരു വിഷയം സംസാരിക്കുമ്പോ അതിന്റെതായിട്ടുള്ള ഒരു പറഞ്ഞല്ലാണ്ട് പോയി ഫോണിൽ കൂടെ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതല്ലല്ലോ. ഒരു ഉത്തരവാദിത്തപ്പെട്ട വിഷയം ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിലാണല്ലോ പറഞ്ഞത്. അല്ല, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയാൻ നിങ്ങൾക്ക് തോന്നുന്ന വിളിച്ച് പറയാനുള്ള ഇതല്ലല്ലോ സോഷ്യൽ മീഡിയ. തോന്നുന്ന വിളിച്ച് പറഞ്ഞത് ആരാ? പിന്നെ നൗഷാദല്ലേ? നൗഷാദല്ലേ? ഓനല്ലേ പറഞ്ഞത്? അല്ല, ഞാൻ നൗഷാദല്ലേ പറഞ്ഞത്? ഭാര്യ അന്യന്റെ ഭാര്യമാരൊക്കെ ഓന്റെ ഭാര്യയും മറ്റോലൊക്കെ ഷെയ്ഖിന് ഒരുപോലെയാണെന്ന് ഞാനല്ലല്ലോ പറഞ്ഞത്. അത് നൗഷാദോടല്ലോ കാര്യോ? അല്ല, നൗഷാദ് പറഞ്ഞ സംഗതി എന്നോട് കാര്യോ? ഹലോ ഉസ്താദെ, നമ്മൾ ഈ പറയപ്പെട്ട വിഷയം ഇസ്ലാമിക ശരീഅത്ത് കിതാബ് വെച്ച് തെളിയിക്കാൻ നമ്മൾ തയ്യാറാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നൗഷാദ് പറഞ്ഞ എന്റെ പേരിൽ ആരോപിച്ചിട്ടെന്താ കാര്യം? എങ്ങനാ? നൗഷാദ് പറഞ്ഞ വിഷയോ എന്റെ പേരിൽ ആരോപിച്ചിട്ടെന്താ കാര്യം? അതല്ല, നിങ്ങൾ എഴുതിയ വിട്ട വോയിസ് ആണ് പറഞ്ഞത്. നൗഷാദ് പറഞ്ഞതല്ലേ ഞാൻ വിട്ടത്. നൗഷാദ് പറഞ്ഞെന്താ? നിങ്ങളെ ഭാര്യ, നിങ്ങളെ പേരെന്താ? നിങ്ങളെ പേരല്ല, നിങ്ങൾ അന്യ ഭാര്യമാരെ പ്രകാരം നിങ്ങളെ പേരെന്താ? നിങ്ങളെ ഭാര്യ പിന്നെ കുരുവട്ടൂര് ഹാഫിദിന് ഒരുപോലെയാണ്. നിങ്ങളെ ഭാര്യ ഒരുപോലെയാണെന്ന് നൗഷാദ് പറഞ്ഞത്. അത് ശരീഅത്ത് പരമായിട്ട് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ആ പറയപ്പെട്ട ഉസ്താദിനുണ്ടല്ലോ. ഈ പറയപ്പെട്ട വിഷയം, അതായത് ഷെയ്ഖിന്റെ മുമ്പില് ഭാര്യമാര് എങ്ങനെയാണ് എന്നുള്ളതും അവരുടെ അവസ്ഥ എന്താന്നുള്ളതൊക്കെ പറയേണ്ട ഉത്തരവാദിത്വം ഉസ്താദിനുണ്ട്. തെളിയിക്കാൻ തയ്യാറാണ്. എന്താണ് ശരീഅത്ത് വെച്ചുകൊണ്ട് ഇസ്ലാമിക ശരീഅത്ത് നിയമപ്രകാരം എന്താണെന്നുള്ള തെളിയിക്കട്ടെ. നമ്മുടെ ചോദ്യം അതൊന്നല്ല ഉസ്താദ്. ഇപ്പൊ ഇവിടെ പറയപ്പെട്ടത് കുരുവട്ടൂർ ഹാഫിദ് ഉസ്താദിന്റെ അടുത്ത് എന്താ അതിന്റെ വിട്ട നിങ്ങളെ ഇതുണ്ടല്ലോ വീഡിയോ, നിങ്ങളെ വീഡിയോന്റെ മുകളിൽ വന്ന ടെക്സ്റ്റ് എന്താണ്? കോമോട്ട് ചാനൽ അബ്ദുള്ളയെ കാഴ്ച വെക്കാൻ കുരുവട്ടൂരികളെ പ്രേരിപ്പിക്കുന്നു. അതെ, അത് ആരാണ് പറഞ്ഞത്? അതാണ് ആരാ പറഞ്ഞത്? കോമാട്ട് ചാലിൽ അബ്ദുള്ളന്റെ അടുത്ത് നൗഷാദിന്റെ ഭാര്യയും നിങ്ങളെ ഭാര്യയൊക്കെ ഒരുപോലെയാണെന്ന് നൗഷാദ പറഞ്ഞു, ഞാനല്ല. അത് കുറച്ചൊക്കെ കിതാബോധി ആളായിരിക്കുന്നത് മനസ്സിലാവും. അല്ല, ഞാൻ പറഞ്ഞതറിയോ? അതായത് കോമാട്ട് ചാലിൽ അബ്ദുള്ളക്ക് നിങ്ങളെ ഭാര്യയും നൗഷാദിന്റെ ഭാര്യയും ഒരുപോലെയാണെന്ന് ആരാ പറഞ്ഞു? ഞാനല്ല, നൗഷാദ പറഞ്ഞത്. അതിന് നൗഷാദ് ഹസനി ഉസ്താദ് പറഞ്ഞ വിഷയത്തിൽ ആദർശപരമായിട്ട് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഹസനി ഉസ്താദിനുണ്ട്.
അപ്പൊ അതിനൊരു സംവാദ വ്യവസ്ഥ ചെയ്താൻ വേണ്ടി എങ്ങോട്ടാ വരണ്ടേന്ന് ഞങ്ങളോട് ചോദിക്കുന്നത്. സംവാദം അതിന് ഞാൻ ഓനോട് 2 നിബന്ധന പറഞ്ഞിട്ടുണ്ട് ഈ നൗഷാദിനോട്. നിങ്ങൾ ഓനോട് സോഷ്യൽ മീഡിയയിലല്ല സംവാദത്തിന് വ്യവസ്ഥ സോഷ്യൽ മീഡിയയിലാണ്. ഓനോട് ഓൻ പറയണം. ഓനെന്താ മറുപടി പറയാത്തത്? ഓനെന്താ മറുപടി പറയാത്തത്? ഓന്റെ PM ഇപ്പോൾ ചോദിച്ചില്ല. നൗഷാദിന്റെ PM ഇപ്പോൾ ഞാൻ ചോദിച്ചല്ലോ. അങ്ങനല്ല, അങ്ങനെ PM പോയിട്ടല്ല. ഓൻ ഓൺലൈനിൽ കൂടെയല്ലേ സംവാദത്തിന് വെച്ച് അതിന് വെല്ലുവിളിച്ചാൽ എന്ത് ചെയ്യും? അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നേരിട്ട് വരും. അങ്ങനെയാണ് സംവാദം നടക്കുന്നത്. ഓൺലൈനിൽ കൂടിയാണ് സംവാദത്തിന് വിളിച്ചത്. 2 നിബന്ധന പറഞ്ഞുകൊണ്ട് ഞാൻ ഓൺലൈനിൽ കൂടെ സംവാദം ഏറ്റെടുത്തു. പറയട്ടെ ഓൻ എന്നെ ഓന് പിന്നെ സുന്നികളെ സംവാദത്തിന് വിളിക്കുന്നത് എങ്ങനെയാ? ഓൺലൈനിൽ കൂടെയാണ് സംവാദത്തിന് വെല്ലുവിളിക്കുന്നത്. ഞാൻ അതേ ഓൺലൈനിൽ കൂടെ 2 നിബന്ധന പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? സംവാദ വെല്ലുവിളി ഏറ്റെടുത്തു. അപ്പൊ ഓൺ ചെയ്യണം. ആ 2 നിബന്ധനയോടുകൂടി സംവാദത്തിന് തയ്യാറാണ് എന്നൊരു വോയിസ് വിടണം. എന്ന് വിട്ടാൽ നേരിട്ട് ഞാനിരിക്കും. നടക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നടക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഓൺലൈൻ നമ്മള് സാധാരണ ചെയ്യൽ എങ്ങനെയാണെന്നറിയോ? ഓൺലൈനിൽ കൂടി വിളിച്ചു കഴിഞ്ഞാൽ നേരിട്ട് വരും ആളുകൾ വ്യവസ്ഥ ചെയ്താൽ മതി. അത് തന്നെ മോനെ അതിനാണ് ഓനോട് പറയാൻ പറഞ്ഞത്. ഓന് സംവാദത്തിന് പറയാലോ, ഞങ്ങളത് ഏറ്റെടുത്ത് ഞങ്ങൾ നേരിട്ട് വരികയാണ്. നിങ്ങളെല്ലാരും ഏറ്റെടുക്കേണ്ടത്. നൗഷാദല്ലേ ഏറ്റെടുക്കട്ടെ. നിങ്ങൾ അതെ, ഹസൻ ഉസ്താദ് നേരിട്ടല്ലല്ലോ ഒരു പ്രസംഗത്തിൽ. നൗഷാദ് പിന്നെ ഓൺലൈനിൽ കൂടെ സംവാദത്തിന് വെല്ലുവിളിക്കുക. എന്നിട്ട് ഓനെ ഓൺലൈനിൽ കൂടെ ഓന്റെ വെല്ലുവിളി എടുത്തതായിട്ട് പറയാ. അപ്പൊ പിന്നെ ഓൻ നേരിട്ട് പറയില്ലാന്നോ? അത് എവിടുത്തെ ന്യായ? നിങ്ങൾ എന്താ പറയുന്നു ഉസ്താദ്? സംവാദം നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മൾ വരാൻ തയ്യാറാണ്. അതിന്റെ ആളുകൾ സംവാദത്തിനല്ല ഉസ്താദ് വരേണ്ടിയുള്ളൂ. നൗഷാദ് തയ്യാറായിട്ട് മിണ്ടുന്നില്ലല്ലോ. തയ്യാറാകുന്നുള്ളൂ എന്നല്ലേ മിണ്ടുന്ന ഉസ്താദെ? നിങ്ങളെ സംസാരിക്കാൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നൗഷാദ് വെല്ലുവിളിച്ചത് ഓൺലൈനിൽ കൂടിയാണ് സംവാദത്തിന് വെല്ലുവിളിച്ചത്. ഓൺലൈനിൽ കൂടി വെല്ലുവിളിച്ചത് സംസാരിക്കാൻ പറയട്ടെ. അത് ഏറ്റെടുത്തു. നിങ്ങൾ പറയുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് എന്താ നേരിട്ട് എഴുതാൻ നിങ്ങൾ തയ്യാറല്ല എന്നാണ് ഇപ്പം പറയുന്നത്. അതായത് നമ്മൾ പറയുന്നത് നേരിട്ട് സംവാദം നടത്താൻ വേണ്ടിയിട്ടാണ്. തയ്യാറാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്. നൗഷാദ് ഓൺലൈനിൽ കൂടെ എന്നെ വെല്ലുവിളിച്ചു, അല്ലെങ്കിൽ സുന്നികളെ സംവാദത്തിന് വെല്ലുവിളിച്ചു. ആ സംവാദം ഏറ്റെടുത്തു. മനസ്സിലായോ? ആ സംവാദം ഏറ്റെടുത്തു. 2 നിബന്ധനയോടുകൂടിയാണ് ഏറ്റെടുത്തത്. 2 നിബന്ധനയോടുകൂടിയാണ് ഏറ്റെടുത്തത്. ആ നിബന്ധന അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് നൗഷാദ് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് പറയാൻ പറ. ആൺകുട്ടിയാണെങ്കിൽ നൗഷാദിനോട് പറയാൻ പറ. നൗഷാദിനോട് ആൺകുട്ടിയാണ് പറയാൻ പറ. 2 നിബന്ധന ഏറ്റെടുത്തുകൊണ്ട് സംവാദത്തിന് തയ്യാറാണ് എന്ന് പറയാൻ പറയൂ. നൗഷാദിനോട് ഇന്ന് നൗഷാദിന്റെ പ്രഭാഷണം ഉണ്ടല്ലോ. നൗഷാദിനോട് പറ. നമ്മുടെ പ്രസംഗത്തിൽ നമ്മളെ മാറ്റർ നൗഷാദിന്റെ പ്രഭാഷണം ഉണ്ടല്ലോ. നൗഷാദിനോട് പറ. സംവാദത്തിന് വരാൻ ഞങ്ങൾ എങ്ങോട്ടാ വേണ്ടി വ്യവസ്ഥ ചെയ്താലേ അത് പറയുകളെ. എന്തിനാ ബേജാറാവാ? നിങ്ങൾ ഇത് പറഞ്ഞാൽ പോലെ. നിങ്ങളെന്തിനാ ബേജാറാവുന്നത്? നൗഷാദിന് ബായി തുറക്കാൻ പേടിയാണോ? നൗഷാദിന്റെ എന്തിനാ ബേജാറ്? നൗഷാദ് പറയട്ടെ. നൗഷാദ് പറയട്ടെ. നല്ല ഉസ്താദ്, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ആദ്യമായിട്ടാണോ? നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അറിയൂലെങ്കിൽ അറിയൂല എന്ന് പറയും. നിങ്ങൾക്ക് അറിയൂലെങ്കിൽ അറിയൂലെന്ന് പറ. ഇവിടെ നൗഷാദിനോട് എന്ന സംവാദത്തിൽ നൗഷാദിനോട് സംവാദത്തിന് തയ്യാറാണെന്ന്, അത് ആൺകുട്ടിയെ പോലെ തയ്യാറാണെന്ന് പറയാൻ പറ. ആൺകുട്ടി ആരാന്ന് ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ടാണോ തയ്യാറാണ് എങ്ങോട്ടാ വരണ്ടേന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ്? ഓൺലൈനിൽ കൂടി വെല്ലുവിളിക്കാനോ? തയ്യാറാണ് പറയില്ല. അതല്ലേ പറയുന്നത് ഉസ്താദ്. തയ്യാറാണ്.
വ്യവസ്ഥ ചെയ്താൻ വേണ്ടത് സംവാദത്തിന് തയ്യാറാണ്. ഞാൻ 2 നിബന്ധന എന്താ വെച്ചത് നിങ്ങൾക്കറിയാം? നിബന്ധന നിങ്ങൾ മാത്രമല്ല വെച്ചിട്ട് നിബന്ധന തയ്യാറാണെന്ന് പറയാ. ഉസ്താദ് നിങ്ങൾ പറഞ്ഞ ഞാൻ നൗഷാദിനെയാണ് വെല്ലുവിളിച്ചത്. അപ്പൊ നൗഷാദ് പറയണം സംവാദത്തിന് തയ്യാറാണ് എന്ന് നൗഷാദ് പറയട്ടെ. അപ്പൊ ഞാൻ നേരിട്ട് വരും, സംവാദ വ്യവസ്ഥ ചെയ്താൻ വരും. അല്ലാണ്ട് ഇതെന്താ കുരുവട്ടൂരി കാട്ടിലെ പരിപാടി? ഇത് കുരുവട്ടൂരി കാട്ടിലെ പരിപാടിയല്ല. സംവാദം എന്ന് പറഞ്ഞാൽ കുരുവട്ടൂരി കാട്ടിലെ പരിപാടി ഒന്നല്ല. നൗഷാദ് ഓൺലൈനിലൂടെ സംവാദത്തിൽ വിളിച്ചു. ആ സംവാദം 2 നിബന്ധനയോടുകൂടി ഞാൻ ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ നൗഷാദ് പറയണം ആ 2 നിബന്ധന അംഗീകരിച്ചുകൊണ്ട് ഏത് മോണ്ടോനോടും സംവാദത്തിന് തയ്യാറാണെന്ന് നൗഷാദ് ഓൺലൈനിൽ കൂടി പറയട്ടെ. മിനിറ്റുകൾക്കുള്ളിൽ നൗഷാദ് എവിടെയുള്ള എന്താ സംവാദത്തിന് വ്യവസ്ഥ ചെയ്താൽ ഞാനെത്തും. ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? നിബന്ധന എന്താ അറിയാതെ നിങ്ങൾ പിന്നെ സംവാദത്തിന് വ്യവസ്ഥ ചെയ്താൽ പറ്റും. നമ്മൾ നിബന്ധന നേരിട്ടാണ് ഞങ്ങൾ ആൺകുട്ടികളായിട്ട് സംസാരിക്കുന്നത്. നേരിട്ടാണ്. ആൺകുട്ടികൾ ആരാളുള്ള നിങ്ങളെ കൂട്ടത്തില്? നിങ്ങളെ കൂട്ടത്തിൽ ആണും പെണ്ണും കെട്ടാലല്ലേ ഉള്ളു? നിങ്ങളെ കൂട്ടത്തിൽ ആണും പെണ്ണും കെട്ടാലല്ലേ ഉള്ളു? ആൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? ഇത് ഓൺലൈനിൽ സംവാദത്തിന് വെല്ലുവിളിക്കുക. സംവാദത്തിന് വെല്ലുവിളിച്ച് 2 നിബന്ധനയോടുകൂടി ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടൂല. ഇതാണ് ആണും. ഇത് ആണാണോ? ഇവർക്കാണോ ആണെന്ന് പറയാ? ഇവർക്കാണെന്ന് പറയോ? വീട്ടിൽ കുത്തിരുന്നിട്ടല്ല സംവാദത്തിന് വെല്ലുവിളിക്കുന്നത്. ഓൻ അടുപ്പിൽ കുത്തിട്ടാണ്. ഓൻ അടുപ്പിൽ കുത്തിട്ടില്ല. സംവാദത്തിന് വെല്ലുവിളിച്ച് ഓഡിറ്റോറിയത്തിൽ വിളിച്ചല്ലേ? ഓൻ അടുപ്പിൽ കുത്തിട്ടില്ല. പൊതുവേദിയിൽ വെച്ചിട്ടാ വിളിക്കുന്നത്. ഇത് അടുപ്പ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു അടുപ്പ് കുത്തല്ലോ വിളിച്ച്. ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ രഹസ്യമായി നടത്തുന്ന പരിപാടിയല്ല. പോസ്റ്റർ അടിച്ച് ആളുകളെ ക്ഷണിച്ചിട്ട് നടത്തുന്ന പരിപാടി ഓഡിറ്റോറിയം ആണെങ്കിലും ഇതും പരസ്യ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന പ്ലാറ്റ്ഫോമിലൊക്കെ ഞാൻ വിട്ട്. ഇതും പരസ്യ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന പ്ലാറ്റ്ഫോമിലൊക്കെ വിട്ടത്. അല്ലാണ്ട് രഹസ്യമല്ല. അറയിൽ കുത്തിട്ട് 2 പറഞ്ഞല്ല. ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളുടെ വിഷയം എന്താ പറയുന്നത്? നമ്മൾ ആ വിഷയ സംബന്ധമായിട്ട് വ്യവസ്ഥ എഴുതി സംവാദത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിന് ഓരോട് തയ്യാറാണെന്ന് ആദ്യം അറിയിക്കാൻ പറ. വിചിത്രമായ നിബന്ധനകൾ വെക്കാതെ നിങ്ങൾ നിബന്ധനല്ല. നിങ്ങൾ എന്താ നിബന്ധന നിങ്ങൾക്ക് അറിയില്ല. ആദ്യം നിബന്ധന എന്താ ഞാൻ വെച്ചെന്ന് അറിയും. എന്നിട്ട് പറ വിചിത്രമായ നിബന്ധന വെച്ച് മാത്രം ആൾക്കാർ മാത്രമല്ല നടത്തൂ. ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുന്ന പ്ലാറ്റ്ഫോമിലേക്കാണ് 2 നിബന്ധനയോടുകൂടി നൗഷാദ് നല്ല വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞത്. പിന്നെ മിണ്ടിയിട്ടില്ല. ഓൻ ആണാണെങ്കിലും ഉണ്ടാകാനോട് ഓൻ ആണാണെങ്കിൽ ഓനോട് പറ 2 നിബന്ധന തയ്യാറാണ് എന്ന് ആൺകുട്ടിയാണെങ്കിൽ പറയാൻ പറയാനോട്. ഓനെ അടുപ്പിച്ചിരിക്കുന്നത് ഓനെങ്ങനെ അടുപ്പിച്ചിരിക്കുന്നത്? ഓനോട് അടുപ്പിച്ച് പുറത്തിറങ്ങാൻ പറ. ഓനെന്താ മിണ്ടാതിരിക്കുന്നത്? തെളിയിക്കണോ? ചോദിച്ചു നിങ്ങൾ ആധികാരികപരമായിട്ട് വ്യവസ്ഥ ചെയ്താൻ വേണ്ടി നിങ്ങൾ പറയുന്ന നിബന്ധന വെച്ച് സംവാദം നിങ്ങളുടെ വീട്ടിൽ നടത്തുക. പൊതുവായിട്ട് സംവാദം നടത്തുകയാണെങ്കിൽ 2 കൂട്ടർ ഇരുന്നിട്ടാണ് വ്യവസ്ഥ ബന്ധനയും തയ്യാറാക്കുക. വീട്ടിൽ സംവാദം അത് കുരുവട്ടൂര് അടുപ്പ് കലിപ്പ് പറഞ്ഞാൽ മതി. വീട്ടിൽ സംവാദം പരസ്യമായിട്ട് നടത്തണം. അല്ല പരസ്യമായിട്ട് നടത്തണം. അല്ല അടുപ്പ് കല്ല് സംവാദം നടത്തുന്നത് അത് കുരുവട്ടൂര് അടുപ്പ് കല്ലുകളോട് പറഞ്ഞാൽ മതി. വീട്ടിൽ കുത്തുന്ന സംവാദം നടത്തണം. പരസ്യമായിട്ട് പരസ്യമൊക്കെ വിളിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന പ്ലാറ്റ്ഫോമിലാണ് ഓന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തത്. ഞാനുമായി സംവാദത്തിന് തയ്യാറാണെന്ന് ഓൻ ഇതുവരെ മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ട് മിണ്ടുന്നില്ല നൗഷാദ്? എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? ഓൻ യൂട്യൂബിലൂടെ വെല്ലുവിളിച്ചു. അതേ യൂട്യൂബിലൂടെ തന്നെ ഞാൻ വെല്ലുവിളി ഏറ്റെടുത്തു 2 നിബന്ധനയോടുകൂടി. എന്തുകൊണ്ട് ഓൻ ആ കുട്ടിയാണെങ്കിൽ ഒരക്ഷരം അതിന് മിണ്ടില്ല. ഒരക്ഷരം മിണ്ടില്ല. ഓന് തയ്യാറാണെന്ന് അതേ പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞാൽ സംവാദത്തിന് വ്യവസ്ഥ ഞാൻ എത്തിയിരിക്കും ഇൻഷാ അല്ലാഹ്.
സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞാൽ 2 നിബന്ധനയോടുകൂടി സംവാദത്തിന് തയ്യാറാണെന്ന് ഏത് നിമിഷം നൗഷാദ് കോമാട്ടുകാലിൽ അബ്ദുള്ളയുടെ മുരീദായി കള്ളത്തൊരീക്കത്തുകാരനായി വലസുന്ന കള്ളത്തരം മാത്രം പറയുന്ന നൗഷാദ് സംവാദത്തിന് 2 നിബന്ധനയോടുകൂടി തയ്യാറാണെന്ന് പറഞ്ഞാൽ ഏത് നിമിഷം യൂട്യൂബിലൂടെ പറയുന്നു അന്ന് മുതൽ ഒരു മിനിറ്റ് വീട്ടിലെ പെണ്ണുങ്ങളുമായിട്ട് നീ നടത്തിയാൽ മതി. വീട്ടിലെ പെണ്ണുങ്ങളുമായിട്ട് സംവാദം നടത്താൻ എന്നെ കിട്ടൂലോ. വീട്ടിലെ പെണ്ണുങ്ങളുമായിട്ട് സംവാദം നടത്തണമെന്നാ ഏത് നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളായിട്ട് സംവാദം നടത്താനുള്ള ആളാണ്? നിന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളായിട്ട് സംവാദം നടത്താനുള്ള ആളാണോ ഞാന്? അതായത് സംവാദത്തിന് നിങ്ങൾ വെക്കുന്ന നിബന്ധന വെച്ച് നിങ്ങൾ തന്നെ സംവാദം നടത്താൻ വേറെ ആരോ വരും സാർ. അതിനല്ല മാന്യമായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്. വ്യവസ്ഥ ചെയ്താൻ വേണ്ടിയിട്ട് ഇരിക്കാൻ തയ്യാറുണ്ടോ? ഇരിക്കാൻ തയ്യാറാണ്. സംവാദത്തിന് റെഡിയാണെന്ന് നൗഷാദ് പറഞ്ഞാൽ ഇരിക്കാൻ തയ്യാറാണ്. സംവാദത്തിന് തയ്യാറാണെന്ന് നൗഷാദ് പറഞ്ഞാൽ ഇരിക്കാൻ തയ്യാറാണ്. 2 നിബന്ധനയോടുകൂടി ഞാൻ പറഞ്ഞ 2 നിബന്ധന വെക്കുക. ഞാൻ പറഞ്ഞ 2 നിബന്ധന വെക്കുക. ആ നിബന്ധന കേട്ടതിന് ശേഷം നൗഷാദിന്റെ ചെവിയിൽ പോയി കേൾപ്പിക്കുക. എന്നിട്ട് യൂട്യൂബിൽ വന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് അവൻ പറയട്ടെ ഈ നിബന്ധനയോടുകൂടി സംവാദത്തിന് ഞാൻ തയ്യാറാണ് എന്ന് നൗഷാദ് എന്ന് പറയുന്നു. അന്ന് വ്യവസ്ഥ ഞങ്ങൾ വരാൻ തയ്യാറാണ്. അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്. 2 നിബന്ധന. ഓനൊരു വിചിത്ര ജീവിയാണ്. കാരണം ഓനോട് 2 നിബന്ധന വെക്കാൻ പറയാൻ കാരണം എന്താ പറയാ? ഓൻ പറഞ്ഞെന്താണ്? ഓനെന്താ പറഞ്ഞത്? അതായത് യൂട്യൂബിൽ വന്നുകൊണ്ട് ഓൻ സംവാദത്തിന് വെല്ലുവിളിച്ചു. ഓന് 2013 മുതൽ 20 വരെയുള്ള ഓന്റെ പ്രഭാഷണം മുഴുവൻ പിൻവലിച്ചു. അതിന്റെ അടുത്തുള്ള പ്രഭാഷണങ്ങൾ പിൻവലിച്ചു. അതുപോലെ തന്നെ കോമാട്ടുകാരിൽ അബ്ദുള്ള പറയുന്നത് മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്നാണ് ഓന്റെ നിലപാട്. കിതാബുകളിൽ പറയുന്നതൊന്നും അംഗീകരിക്കുകയില്ല എന്നാണോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരുത്തനോട് സംവാദം നടത്തൽ എങ്ങനെ? ആദ്യം ഓൻ പറയട്ടെ കിതാബ് അംഗീകരിക്കാൻ തയ്യാറാണ്. കോമാട്ടുകാരിൽ അബ്ദുള്ള പറയുന്നതല്ല ദീന്, കിതാബുകളിൽ പറയുന്നതാണ് ദീന്. അതോ പറയാൻ തയ്യാറാവട്ടെ. അതുപോലെ തന്നെ ഓന്റെ പ്രഭാഷണങ്ങള് ഓൻ ഒരുപാട് പിൻവലിച്ചു. സംവാദം നടക്കുന്നത് വരെ ഓൻ പിൻവലിക്കാത്ത വീഡിയോ പ്രഭാഷണം ഏതൊക്കെയാണെന്നോ പറയട്ടെ. അപ്പൊ നമുക്ക് സംവാദത്തിനിരിക്കാം. ഓനോട് തയ്യാറാവാൻ പറയൂ.